ഇപ്പോൾ ലൈവിൽ അനുമോളും അഭിലാഷും സംസാരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ അനുമോളെ കുറച്ച് വഴക്ക് പറഞ്ഞല്ലോ. ഒന്ന് ഫയറായിട്ട് അനുമോളോട് ഒരു കാര്യം ചോദിച്ചില്ല. അതായത് ആര്യൻ്റെയും ജിസേലിൻ്റെ കാര്യമാണ്. അപ്പോൾ അഭിലാഷിനോട് നമ്മുടെ അനുമോൾ പറയുന്നു, എടാ ആദിലെയും നൂറേയും ഞാനത് പറഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാണ്. പക്ഷേ ലാലേട്ടൻ വന്ന് അവരോട് ചോദിച്ചപ്പോഴത്തേക്കും അവർ ഒന്നും അറിയത്തില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല എന്ന രീതിയിൽ പ്ലേറ്റ് മറിഞ്ഞു. അപ്പോൾ എനിക്കത് സങ്കടമായിട്ട് അവരെന്നെ മനഃപൂർവ്വം കളിയാക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ നമ്മുടെ അഭിലാഷ് പറഞ്ഞു, നീ ആ കാര്യം വിട്, ആര്യൻ്റെയും ജിസേലിൻ്റെയും ആ കാര്യം നീ വിട്, നീ സ്ട്രോങ് ആയിട്ട് നിൽക്കുക, ആരെയും നീ കൂട്ടാക്കണ്ട, നീ സ്ട്രോങ് ആയിട്ട് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക. ഞാൻ അങ്ങനെ ആരുടെയും ഗ്രൂപ്പ് കളിക്കുന്നില്ല, എനിക്ക് അങ്ങനെ ആരുടെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല. അപ്പാനി പുറത്ത് പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അപ്പാനിക്കറിയാം ഞാൻ എങ്ങനെയാണെന്നുള്ളത് അവൻ എപ്പിസോഡ് കാണുമ്പോൾ അറിയാം, നമ്മുടെ അഭിലാഷ് പറയുന്നു. അപ്പോൾ അനുമോള് പറയുന്നു, എനിക്കതല്ല വിഷമം, എന്നെ അവർ നന്നായിട്ട് വിശ്വസിച്ചു, ഞാൻ പറഞ്ഞപ്പോൾ അവർ അതിലെതിർത്തൊന്നും സംസാരിച്ചില്ല. പക്ഷേ ലാലേട്ടൻ വന്നപ്പോൾ ആതിരയും നൂറേയും പ്ലേറ്റ് അങ്ങ് മാറ്റി, അവരെന്നെ മനഃപൂർവ്വം കള്ളിയാക്കുന്ന പോലെ എനിക്ക് തോന്നി, അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ നമ്മുടെ അഭിലാഷ് പറഞ്ഞു, അത് സാരമില്ല, നീ ഒറ്റയ്ക്ക് കളിക്കുക, നീ സ്ട്രോങ് ആണ്, നീ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണെന്നൊക്കെ അഭിലാഷ് അനുമോളെ നല്ല മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, എനിക്ക് വല്ലാണ്ട് വിഷമിച്ച് ഞാൻ ഇരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യണം